നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജസ്ന തിരോധാന കേസിൽ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ CBI സംഘം നാളെ മുണ്ടക്കയത്തെത്തും. കാണാതാകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് മുണ്ടക്കയത്തെ ലോഡ്ജിൽ വെച്ച് ജസ്നയെ കണ്ടെന്ന് പറഞ്ഞ ലോഡ്ജിലെ മുൻ ജീവനക്കാരിയുടെ മൊഴി CBI രേഖപ്പെടുത്തും. ഇത് സംബന്ധിച്ച് നിർദ്ദേശം ജീവനക്കാരിക്ക് അന്വേഷണ സംഘം നൽകിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഇവരുമായി ഫോണിൽ സംസാരിച്ച CBI സംഘം പ്രാഥമിക വിവരങ്ങളെല്ലാം ശേഖരിച്ചു. ജീവനക്കാരുടെ മൊഴിക്ക് എത്രമാത്രം വിശ്വാസ്യതയുണ്ടെന്ന് കണ്ടെത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. ലോഡ്ജ് ഉടമയെയും CBI ചോദ്യം ചെയ്യും. ലോഡ്ജിന്റെ രജിസ്റ്റർ പിടിച്ചെടുത്ത് പരിശോധിക്കാനാണ് നീക്കം. കാണാതാകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് മുണ്ടക്കയത്തെ ലോഡ്ജിൽ വെച്ച് ജസ്നയെ കണ്ടെന്ന് കഴിഞ്ഞ ദിവസമാണ് ലോഡ്ജിലെ മുൻ ജീവനക്കാരി വെളിപ്പെടുത്തിയത്. ലോഡ്ജിൽ വെച്ച് കണ്ടത് ജസ്നയാണെന്ന് മനസ്സിലായത് പിന്നീട് പത്രത്തിൽ ഫോട്ടോ കണ്ടപ്പോഴാണെന്നും ലോഡ്ജ് ഉടമയുടെ ഭീഷണിയെ തുടർന്നാണ് ഇക്കാര്യം അന്ന് വെളിപ്പെടുത്താതിരുന്നതെന്നുമാണ് ഇവർ മാധ്യമങ്ങളോട് പറഞ്ഞത്. നേരത്തെ മുൻ ജീവനക്കാരിയുടെ വെളിപ്പെടുത്തലിനോട് പ്രതികരിച്ച് മുണ്ടക്കയത്തെ ലോഡ്ജ് ഉടമ ബിജു രംഗത്ത് വന്നിരുന്നു. ജസ്നയെ കണ്ടെന്ന് അവകാശപ്പെടുന്ന സ്ത്രീ 10 വർഷത്തോളം ലോഡ്ജിലെ താമസക്കാരിയായിരുന്നുവെന്നും അവരെ ലോഡ്ജിൽ നിന്നും പറഞ്ഞുവിട്ടതിന്റെ വൈരാഗ്യത്തിലാണ് ആരോപണങ്ങളെന്നും ബിജു മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഈ വിവരങ്ങളുടെ യാഥാർത്ഥ്യം CBIക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മുൻ ജീവനക്കാരിയെ CBI ചോദ്യം ചെയ്യും. അന്വേഷണം വഴി തെറ്റിക്കുന്നുവെന്ന് ഉറപ്പിച്ചാൽ ഇവർക്കെതിരെ കേസും എടുക്കും. ജസ്നയെ കാണാതാകുന്നതിന് 2 മാസം മുൻപ് ആ രൂപസാദൃശ്യമുള്ള ആരും ലോഡ്ജിൽ വന്നിട്ടില്ല. സമീപത്തെ കെട്ടിടത്തിലെ CCTV ദൃശ്യങ്ങളിൽ ജസ്ന പതിഞ്ഞത് എങ്ങനെയെന്ന് അറിയില്ല. ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർ ആരും തന്നെ വിളിപ്പിച്ചിട്ടില്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. അതേസമയം അന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ CBI, ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വിളിച്ചു വരുത്തി അന്വേഷിച്ചിരുന്നുവെന്നും ബിജു പറയുന്നു. ലോഡ്ജിലെത്തുന്നവരുടെ എല്ലാ വിവരങ്ങളും കൃത്യമായി രേഖകൾ സഹിതം രജിസ്റ്ററിൽ സൂക്ഷിക്കാറുണ്ടെന്നും ജസ്ന വന്നിട്ടില്ലെന്നും ബിജു ആവർത്തിച്ചു. അന്വേഷണത്തിന്റെ ഭാഗമായി നിലവിൽ ആരോപണം ഉന്നയിച്ച സ്ത്രീയെയും ഉദ്യോഗസ്ഥർ വിളിപ്പിച്ചിരുന്നുവെന്നും ബിജു കൂട്ടിച്ചേർത്തു. അതേസമയം കാണാതാകുന്നതിന് 2 മാസം മുൻപ് ജസ്നയെ മുണ്ടക്കയത്തെ ലോഡ്ജിൽ ഒരു യുവാവിനൊപ്പം കണ്ടെന്നും ടെസ്റ്റ് എഴുതാൻ വന്നതാണെന്ന് പറഞ്ഞിരുന്നതുമായിരുന്നു ലോഡ്ജിലെ താമസക്കാരിയായിരുന്ന സ്ത്രീയുടെ വെളിപ്പെടുത്തൽ. പത്രത്തിൽ അടുത്ത ദിവസം പടം കണ്ടാണ് ജസ്നയാണെന്ന് തിരിച്ചറിഞ്ഞതെന്നും ഉടൻ തന്നെ ലോഡ്ജ് ഉടമയെ വിവരം അറിയിച്ചിരുന്നുവെന്നും വെളിപ്പെടുത്തൽ നടത്തിയ സ്ത്രീ പറയുന്നു. വെളുത്തുമെലിഞ്ഞ ചെറുപ്പക്കാരനാണ് ജസ്നയ്ക്കൊപ്പം ഉണ്ടായിരുന്നതെന്നും അവർ പറയുന്നു. അതേസമയം ചെറുപ്പക്കാരനെ ഇപ്പോൾ കണ്ടാൽ തിരിച്ചറിയാനാവില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. ദീർഘകാലം ലോഡ്ജിലെ താമസക്കാരിയായിരുന്ന സ്ത്രീയുടെ വെളിപ്പെടുത്തൽ ഇങ്ങനെയാണ്. ആദ്യമായിട്ട് ആ കൊച്ചിനെ അന്ന് അവിടെ കണ്ടത്. അപ്പോൾ തന്നെ ലോഡ്ജ് ഉടമയോട് ഈ കൊച്ചെന്ന അവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അതിന് പുള്ളി എന്നോട് വഴക്കുണ്ടാക്കി. ലോഡ്ജാണ്, പലരും വരും പോകും, നിനക്ക് ഇതിന്റെ അകത്തൊന്നും ഇടപെടേണ്ട കാര്യമില്ല. ഇവിടെ നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ടൗണിൽ പറഞ്ഞാൽ തന്നെ തീർത്ത് കളയുമെന്നും നേരെ ചൊവ്വയുള്ള ആരും ചോദിക്കാനില്ല എന്ന് പറഞ്ഞ് തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും ജീവനക്കാരി വെളിപ്പെടുത്തി. ഏതായാലും ജീവനക്കാരി ഇപ്പോൾ നൽകിയിട്ടുള്ള ഈ ഒരു വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും CBI നാളെ വരുന്നതും ചോദ്യം ചെയ്യുന്നതും.